ഹലോ, യുകെയിലെ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സ് ആണ് നിങ്ങളുമായി ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് ഇതിപ്പം ചാൾസ് രാജാവിൻ്റെ നയപ്രഖ്യാപനം ഇന്ന് നടന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് ഇന്നത്തെ നയപ്രഖ്യാപനത്തിൽ ഇമിഗ്രേഷനുമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ അവർ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം നോക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു മാറ്റങ്ങളും അതിനെക്കുറിച്ച് ഒരു കാര്യങ്ങളും അവർ പറഞ്ഞിട്ടില്ല. അപ്പം പ്രധാനമായിട്ടും അവർ പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ ഈ ഇല്ലീഗൽ മൈഗ്രേഷനെ കൺട്രോൾ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനോടനുബന്ധമായിട്ട് അവരൊരു ബോർഡർ സെക്യൂരിറ്റി ആൻഡ് ഇമിഗ്രേഷൻ ബിൽ പാസ്സാക്കിയിട്ടുണ്ട്. ഈ ബില്ലിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അതായത് യു കെയിലേക്ക് അനധികൃതമായിട്ട് കുടിയേറ്റം നടത്തുന്നവരെ തടയുന്നതിന് വേണ്ടി പോലീസിന് കൂടുതലായിട്ടുള്ള അധികാരം നൽകും. അതുപോലെയുള്ള ഒരു കമാൻഡ് അവർ രൂപീകരിക്കുകയും ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക കമാൻഡ് അവർ രൂപീകരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് അവർ ഇപ്പോൾ ഇവിടെയുള്ള കെയർമാർക്ക് ഗുണകരമാകുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണ്. അതായത് അൺഫെയർ ഡിസ്മിസൽ അവർ ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യും. കുറേ നേഴ്സിംഗ് ഹോമുകൾ കെയർ ഹോമുകളൊക്കെ സ്റ്റാഫിനെ കൊണ്ടുവന്നിട്ട് ഒരു കാരണമില്ലാതെ പിരിച്ചുവിടുന്നുണ്ട്. അത് ഒഴിവാക്കാനുള്ള നടപടികൾ എടുക്കുക. അതിന് വേണ്ടിയിട്ടുള്ളൊരു ബില്ല് അവർ പാസ്സാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 0 അവർ കോൺട്രാക്റ്റ് നിർത്തലാക്കുന്നു. ധാരാളം ഇപ്പം ഹോമുകളും കമ്പനികളും എല്ലാം 0 അവർ കോൺട്രാക്റ്റ് കൊടുക്കുന്നുണ്ട്. അതായത് എപ്പോൾ വേണമെങ്കിലും അവർക്ക് പിരിച്ചുവിടാം. അങ്ങനെയുള്ള അതിനെക്കുറിച്ചും അതിനും ഒരു റിവ്യൂ വരുന്നുണ്ട്. അതും നിർത്തലാക്കുന്നുള്ളതാണ് അവരുടെ പുതിയൊരു പ്രഖ്യാപനം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നയപ്രഖ്യാപന ബില്ലിലുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്.